ബാലയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജന്മം കൊണ്ട് തമിഴനാണെങ്കിലും 20 വർഷത്തിലേറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം. സിനിമയിൽ സജീവമല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും നടനെന്നും മീഡിയയിൽ വൈറലാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ബാലയുടെ 4ാം വിവാഹം. ബന്ധുവും കുട്ടിക്കാലം മുതൽ പരിചയവുമുള്ള പെൺകുട്ടിയുമായ കോകിലയെയാണ് ബാല വിവാഹം ചെയ്തത്. കോകിലയ്ക്കൊപ്പം ദാമ്പത്യം ആരംഭിച്ച ശേഷം ബാലയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങളാണ്. കൊച്ചിയിലെ ഫ്ളാറ്റ് വിട്ട് വൈക്കം കായലോരത്തൊരു വീട് പണിത് അവിടെയാണ് താമസം. ഒപ്പം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച് നിത്യജീവിതത്തിലെ വിശേഷങ്ങളും ഭാര്യയ്ക്ക് പാചകത്തിലുള്ള കഴിവുമെല്ലാം വീഡിയോയുമായി നടൻ പങ്കുവെക്കാറുണ്ട്. അതിനിടയിൽ മുൻ ഭാര്യമാരും മകളും നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വിവാഹമോചന ഉടമ്പടിയിൽ അമൃതയുടെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടുവെന്നതായിരുന്നു ഏറ്റവും പുതിയതായി നടനെതിരെ ഉയർന്ന ആരോപണം. ഉടമ്പടിയിലെ പേജുകൾ ബാല വ്യാജമായി നിർമ്മിച്ചുവെന്നും ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നും മുൻ ഭാര്യ അമൃത പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ നടൻ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. അമൃതയ്ക്ക് പുറമെ മുൻ ഭാര്യ എലിസബത്തും ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് കൊടിയ പീഡനം അനുഭവിച്ചിരുന്നെന്നും സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയ ശേഷം വധഭീഷണി നിരന്തരമായി ലഭിക്കുന്നു എന്നുമാണ് എലിസബത്ത് പറഞ്ഞത്. ഇപ്പോൾ ബാലയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് എലിസബത്ത്. അധികാരികളോട് ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചതായും എലിസബത്ത് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട നീതി എലിസബത്തിന് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. നടൻ പുതിയ ഭാര്യ കോകില താരത്തേക്കാൾ 20 വയസ്സിനിളയതാണ്. കോകില ബാലയുടെ വീട്ടിലെ വേലക്കാരിയുടെ മകളാണെന്നൊരിടയ്ക്ക് പ്രചാരണം വന്നപ്പോൾ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ് കോകിലയെന്നും പദവിയും പണവുമുള്ള കുടുംബമാണെന്നും ബാല പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഏറ്റവും വലിയ കുറിപ്പും വീഡിയോയുമാണ് വൈറലാവുന്നത്. ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിനം. കോകിലയെ അനുഗ്രഹിക്കൂ, അഭിനന്ദിക്കൂ. 1 മാസത്തിനു ശേഷം തീർച്ചയായും മീഡിയയ്ക്ക് മുന്നിൽ വരുമെന്നാണ് ബാല പുതിയ വീഡിയോ പങ്കുവെച്ച് കുറിച്ചത്. ഇടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ കോകിലയ്ക്കൊപ്പം നിൽക്കുന്ന ബാലയാണ് വീഡിയോയിലുള്ളത്. എന്തൊക്കെയോ പേപ്പറുകളിൽ ബാല ഒപ്പിടുന്നതും കോകില അതെല്ലാം പുറത്തുനിന്ന് നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം. വീഡിയോ വൈറലായതോടെ ബാല തൻ്റെ കോടികളുടെ സ്വത്ത് കോകിലയ്ക്ക് എഴുതി കൊടുക്കുകയാണോ എന്ന സംശയമായി ആരാധകർക്ക്. താൻ 200 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളയാളാണെന്ന് പലപ്പോഴായി ബാല പറഞ്ഞിട്ടുണ്ട്. കോകില, നിനക്ക് മുമ്പ് 3 പെണ്ണുങ്ങളെ കെട്ടിയ വീരനാണ് ബാല. നീ അധികം പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട. കോടികളുടെ കൈമാറ്റം, ഇനി സ്വത്തുക്കളെല്ലാം കോകിലയ്ക്ക് എന്നിങ്ങനെ രസകരമായ കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. വിവാഹമോചിതരായോ എന്ന് ചോദിച്ചെത്തിയ ആരാധകനും ബാല കമന്റ് ബോക്സിൽ മറുപടി നൽകിയിരുന്നു. അതെ, നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നുവെന്നാണ് ബാല കുറിച്ചത്. കഴിഞ്ഞ ദിവസം കോകിലയുടെ പിറന്നാൾ 1000 പേർക്ക് അന്നദാനം നടത്തിയാണ് ബാല ആഘോഷിച്ചത്.